ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പോവുകയാണ്. കാരണം അത്രത്തോളം തീർത്ഥാടകരാണ് ശബരിമല സന്നിധാനത്ത് എത്തുന്നത്. ദേവസ്വം ബോർഡും പോലീസും പ്രതീക്ഷിച്ചതിനും അപ്പുറം തീർത്ഥാടകർ ശബരിമല ദർശനത്തിന് എത്തുന്നുണ്ട്. വലിയ തരത്തിൽ ഈ ദർശനത്തിനായി എത്തുന്ന തീർത്ഥാടകർ വലയുന്ന സാഹചര്യമാണ് നിലവിൽ ശബരിമലയിലുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ 18-ാം പടിക്ക് താഴെ നടപ്പന്തലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യം കാണുമ്പോൾ തന്നെ നമുക്കതിന്റെ ഒരു തീവ്രത മനസ്സിലാകും. കാരണം സാധാരണഗതിയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് നട തുറക്കുമ്പോൾ ഇത്രത്തോളം ഭക്തരുടെ ഒരു തിരക്ക് ഉണ്ടാകാത്തതാണ്. പക്ഷേ ആദ്യ ദിവസം മുതൽ തന്നെ വലിയ തീർത്ഥാടന തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. 10 മുതൽ 12 മണിക്കൂർ വരെ തീർത്ഥാടകർ ക്യൂ നിന്ന് വേണം ഇപ്പോൾ ദർശനത്തിനായി എത്താനുള്ള സാഹചര്യം. ഈ അപ്പാച്ചിമേടം, ഈ മരക്കൂട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയ പോരായ്മയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഭക്തരെ ഉൾപ്പെടെ വലുതായി വലയ്ക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം മുതൽ മല കയറിയവർ ഇപ്പോഴും സന്നിധാനത്ത് എത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ ഇപ്പോഴും ഈ വരിയിൽ നിൽക്കുകയാണ്. നമുക്ക് തീർത്ഥാടകരുടെ പ്രതികരണം കൂടി തേടാം. എപ്പോ കയറി തുടങ്ങി? ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് നിൽക്കാൻ തുടങ്ങിയതാന്നൊന്ന് പറയൂ. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് തുടങ്ങിയ ലൈനിൽ നിൽക്കണതാണ്. ഇതുവരെ ഞങ്ങൾക്ക് ദർശനം കിട്ടിയിട്ടില്ലേ? ഒരു സൗകര്യവും ഇല്ല, വെള്ളവും ഇല്ല, ഒന്നും ഇല്ലാണ്ട് നിൽക്കുക. ഇവിടുന്ന് വരണേ ഇത്രത്തോളത്തെ അതെ, ആദ്യമായിട്ടാ വരുന്നത്. ഉച്ചയ്ക്ക് കയറിയതാണ്. ഉച്ചയ്ക്ക് കയറിയതാ. ഉച്ചയ്ക്ക് 1:30 പമ്പയിൽ നിന്ന് നിൽക്കാൻ തുടങ്ങിയതാ. 1:30 നമ്മളെ എറണാകുളം തൃപ്പൂണിത്തറ 4 പേര് വന്നിട്ട് അപ്പം നിൽക്കാൻ തുടങ്ങി. ഭക്ഷണമില്ല, ഒന്നുമില്ല. ഇപ്പോഴാണ് ഇവിടെ എത്താൻ പറ്റിയത്. ഇന്നലെ രാത്രി തൊട്ട് ഒരു ഇല്ല. നീലിമല കയറ്റം കയറിയിട്ട് നിന്നിട്ട് 6 മണിക്കൂർ 7 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് നീങ്ങിയത്. ഒറ്റ എല്ലാ വർഷവും വൃശ്ചികം 1 തന്നെയാണ് വരുന്നത്. പക്ഷേ ഈ വർഷത്തെ പോലെ തിരക്ക് ഒരു വർഷം ഉണ്ടായിട്ടില്ല. ക്യൂ നിന്നും അടുത്തു. ശരിക്കും പറഞ്ഞു ഇന്നലെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതാ. ഈ സമയം വരെ ഒരു ഭക്ഷണം കഴിച്ചില്ല. ഇവിടുന്ന് കിട്ടുന്ന 2 ബിസ്ക്കറ്റും ഇത്തിരി വെള്ളവും. ഇന്നലെ ഉച്ച തൊട്ടിട്ട് ഇതുവരെ വെള്ളം കിട്ടാണ്ട് നിൽക്കുകയാണ്. ഭക്ഷണം പോലും ഇല്ല, ഉറക്കൂലിയാണ്ട്. ഇപ്പൊ ഈ വെള്ളം കൊടുക്കലും ബിസ്ക്കറ്റ് കൊടുക്കലും ഒക്കെ ഞങ്ങള് രാത്രി പട്ടിണി കിടന്ന് അവിടെ നിൽക്കുമ്പോ ആരെങ്കിലും ഒന്ന് ചോദിക്കുക എന്തെങ്കിലും കഴിച്ചോന്ന്. ഈ അമ്മയ്ക്ക് വയ്യാതെ ഡോക്ടറെ കാണിക്കാൻ ഞങ്ങള് ഇവിടെ സ്വാമിമാരോട് മാറാൻ പറഞ്ഞിട്ട് വരെ അവര് കേട്ടില്ല. വർത്താനം പറയാം, എനിക്ക് വയ്യ പറയാം. ഇന്നലെ 4 മണിക്ക് വരിയെന്ന് തുടങ്ങിയതാ. ഇതുവരെ ദർശനം സാധ്യമായിട്ടില്ല. ഇതിന്റെ ക്യൂ സമ്പ്രദായം ശരിയല്ല. ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കാൻ പറയും.